ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അർജുൻ വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ് പന്തലിൽ വെച്ചിട്ട്. ഈ കല്യാണം വേണ്ട എന്ന് വെക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അമലിൻ്റെ അമ്മയുണ്ടല്ലോ, പുള്ളിക്കാരനും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എൻ്റെ മോനെ രണ്ടാമത്തെ തവണയാണ് അപമാനിക്കുന്നത്, ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും നമ്മുടെ അർജുൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കാര്യം തിരക്കുകയാണ്. എന്തിനാണ് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. എല്ലാവരും ചോദ്യം പറഞ്ഞൊക്കെ കഴിഞ്ഞോ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനിനി പറയാം. അപ്പോൾ രാജേന്ദ്രൻ ഇച്ചിരി ദേഷ്യത്തിൽ ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ മീനുവിൻ്റെ അച്ഛൻ ഈ കല്യാണം നടക്കരുതെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പറയട്ടെ എന്നിങ്ങനെ ചോദിച്ചു. എന്താ കാരണം നീ പറ. അപ്പോഴേക്കും രാജേന്ദ്രൻ ദേഷ്യത്തോടെ അർജുൻ്റെ അരികിലേ വന്നിട്ട്, അർജുൻ, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ കല്യാണ വിഷയത്തിൽ നീ തലയിടരുതെന്ന്. അമലിനോട് നിനക്ക് വെറുപ്പുണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി, അല്ലാതെ നീ ആയിട്ട് ഈ കല്യാണം മുടങ്ങാൻ നോക്കണ്ട. അമൽ അഖിലയുടെ കഴുത്തിൽ താലി കെട്ടരുതെന്ന് പറഞ്ഞു, നീ അതിന് ന്യായമായൊരു കാരണം നിനക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അർജുനോട്. അപ്പോൾ അർജുൻ പറഞ്ഞു, അതെ, ന്യായമായൊരു കാരണമുണ്ട്, പക്ഷേ ആ വിഷയം ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയാൻ എനിക്ക് മടിയുണ്ട്. അപ്പോഴേക്ക് രാജേന്ദ്രൻ ചോദിച്ചു, എന്തിനു മടിക്കണം? ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കല്യാണം മുടക്കാൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നോക്കിയിട്ട് കാരണം ഉണ്ടെങ്കിൽ ആ കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നിട്ട്, നിങ്ങളുടെ മകന് കാണിക്കുന്ന തോന്നിവാസത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും, ഈ അപമാനം ഞാൻ സഹിക്കില്ല എന്ന് രാജേന്ദ്രനും പറയുക. അപ്പോഴേക്കും അർജുൻ്റെ അച്ഛനും വന്നിട്ട്, നീ കാരണം ഇവിടെ വെച്ച് പറഞ്ഞോണം. അപ്പം മാമ, ഇത്രയും നാൾ ഫോണിൽ വിളിച്ച് നമ്മുടെ അഖിലയെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഇവനാ, ഈ അമൽ ഞെട്ടിത്തെറിഞ്ഞ് നിൽക്കുക. അതിലും വലിയ ഞെട്ടലാണ് അഖിലയ്ക്ക് കേട്ടോ. അഖില അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ശരിക്കും മീനുവിനേക്കാളും നല്ലതുപോലെ അഭിനയിക്കാൻ അറിയുന്ന പെൺകുട്ടിയാണ് ഈ അഖിലയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടി. ശരിക്കും അഖില ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. അഖില മാത്രമല്ല, എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. അപ്പോഴേക്കും അർജുൻ പറഞ്ഞു, മകളെ വരട്ടുന്നത് ആരാണെന്ന് അറിയില്ല, അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവനെ മുന്നിൽ കിട്ടിയ വെട്ടി നുറുക്കെന്ന് പറഞ്ഞാലേ, അവനെ കണ്ടുപിടിച്ചിരിക്കുന്നു, അവൻ മുന്നിൽ നിൽക്കുന്നു, എന്താ വെട്ടി നുറുക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമൽ ദേഷ്യത്തോടെ, അത് അമലിൻ്റെ അമ്മയും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇവനാണ് അവനെന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് മുമ്പാണ്, അതാണ് ഇപ്പം വന്ന് ഞാൻ കല്യാണം നിർത്താനായിട്ട് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ അമൽ ഒച്ചയെടുക്കുക, നിർത്തടാ നീ അങ്ങോട്ട്, നിനക്ക് തെളിവുണ്ടെങ്കിൽ നീ കാണിക്കടാ. ഇന്നലെ രാത്രി നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഈ വിഷയം എന്നോട് പറഞ്ഞതല്ലേ, ഏതോ ഒരുത്തൻ അഖിലയുടെ വീഡിയോ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് വരട്ടുന്നുണ്ട്. അവൻ വീഡിയോ പുറത്ത് വിട്ടാലും നീ എൻ്റെ മോളെ ഉപേക്ഷിക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? അഖില എൻ്റെ വീട്ടിലെ പെണ്ണാണ്, അവൻ വീഡിയോ പുറത്തു വിട്ടാലും ഞാൻ അഖിലയെ ഉപേക്ഷിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഏതോ ഒരുത്തൻ ഞാനായിരിക്കുന്നു. ഇത് കൊള്ളാലോ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് മാമാ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ കള്ളക്കഥ ഉണ്ടാക്കുക. ഞാനാണ് അഖിലയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിൻ്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ പറയടാ, എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ അർജുൻ ദിനേശനെ വിളിക്കുക. ദിനേശ്. അപ്പം ദിനേശ് അപ്പോൾ ഒരു ഭാഗമായിട്ട് വന്നു. കാണിക്കാടാ, ഞാൻ തെളിവ് തരാടാ, ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് ആ മുഖംമൂടി എടുത്ത് കാണിച്ചു കൊടുക്കുക. നീ അന്ന് അഖിലയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ആ അഖിലയുടെ അരികിലേക്ക് വന്ന ആ സമയത്ത് നീ ഉപയോഗിച്ച മുഖംമൂടി അല്ലേടാ ഇത് നിൻ്റെ ഭാഗം തന്നെ അല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. തീർന്നില്ല, ഇത് കണ്ടോടാ, നീ അഖിലയെ വിളിക്കാൻ ഉപയോഗിച്ച ഫോണാണടാ ഇത് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഞെട്ടിത്തരച്ചിങ്ങനെ നിൽക്കുക. ഈ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്ന ഫോൺ നമ്പർ പറഞ്ഞ് ഞാൻ അതിനകത്തേക്ക് വിളിക്കാം. ദിനേശേ, ആ ഫോണിങ്ങതാ എന്നും പറഞ്ഞിട്ട് ഫോൺ നമ്പർ പറ. അപ്പോഴേക്കും നമ്മുടെ അഖില ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ആ ഫോണിലേക്ക് ഇവൻ വിളിക്കുകയാണ് കേട്ടോ. അതായത് അമലിൻ്റെ ഫോണിലേക്ക്, ആ നമ്പറിലേക്ക് നമ്മുടെ അർജുൻ ദിനേശിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. അങ്ങനെ ആ അമലിൻ്റേതാണെന്ന് തെളിവായിട്ട് വന്ന ആ ഫോണിൽ ബെല്ലടിക്കുകയാണ്. മതിയോടാ തെളിവിത്? ഇതൊക്കെ ഞാൻ നിൻ്റെ വീട്ടിൽ ചെന്ന് എടുത്തതാടാ, നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അമലിൻ്റെ അമ്മയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് നിൻ്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തു, അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്, നീയാണെന്ന് തിരിച്ചറിഞ്ഞതും. അതിന് പക്ഷേ ഈ ഒരു സമയം വരെ വേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും കല്യാണം മുടങ്ങുന്നുള്ള കാര്യം ഉറപ്പായിട്ടോ. രാജേന്ദ്രൻ ചോദിച്ചു, എന്തിനാടാ നീ ചതി ചെയ്തത്? അപ്പോഴേക്കും മുത്തശ്ശന് നാട്ടുകാരൊക്കെ ചോദിച്ചു, ഇവൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന്, ഇതിൽ പരം വല്ല തെളിവും വേണോ രാജേന്ദ്ര എന്നിങ്ങനെ ചോദിച്ചു.
രാജേന്ദ്രൻ ഇവനിട്ട് തല്ലുവാണ്. എന്തിനാടാ നീ ഇത് ചെയ്തത്? അതിന് മാത്രം എന്ത് ദ്രോഹമാടാ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും നിന്നോട് ചെയ്തത്? ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ നിന്നെ ഞാൻ മോനെ പോലെയല്ലേ കരുതിയത്? എങ്ങനെ ചെയ്യാൻ തോന്നി? നീ അവളൊക്കെ ഒരേ ചോരയല്ലേ? എൻ്റെ മോളോട് എങ്ങനെ ചതി ചെയ്യാൻ തോന്നി? നിന്നെ വിശ്വസിച്ച് എനിക്ക് തെറ്റിപ്പോയല്ലോടാ എന്നും പറഞ്ഞിട്ട് രാജേന്ദ്രനെ ഈ അമലിനിട്ട തല്ലുവാണ് കേട്ടോ. അമൽ ചെന്ന് വീണു. മോനെ അമ്മ വന്ന് പിടിക്കുന്നു. രാജേന്ദ്രനെ ബാക്കി എല്ലാവരും ചെന്ന് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അവിടെ അലമ്പും ബഹളവും ഒക്കെ ആവുകയാണ് കേട്ടോ. അർജുൻ്റെ അച്ഛനും ചേർന്നിട്ട് രാജേന്ദ്രനെ പിടിച്ച് മാറ്റി നിർത്തുവാണ്. അല്ലെങ്കിൽ കൊന്നേനെ ഈ അമലിനെ. അപ്പോഴേക്കും നമ്മുടെ അഖില കഴുത്തി കിടന്ന മാല അങ്ങോട്ട് എറിഞ്ഞു കേട്ടോ. അഖില കഴുത്തി കിടന്ന മാല ഊരി എറിഞ്ഞിട്ട് അഖില ഇറങ്ങി വരികയാണ്. ഒരു വിളക്കും എടുത്ത് പിടിച്ചിട്ടാണ് രാജേന്ദ്രൻ അവനെ കൊല്ലാൻ പോകുന്നത്. അപ്പം മാമൻ എവിടെ ഇരിക്കും, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഈ അമലിനെ അർജുൻ അങ്ങോട്ട് കൊണ്ടുപോയി. അഖില ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അഖിലയുടെ കാര്യം ഓർത്തിട്ട് എല്ലാവർക്കും സങ്കടമുണ്ട്. എന്തായാലും നമ്മുടെ അഖിലിങ്ങനെ ഓർക്കുകയാണ് അമലിങ്ങനെ വിളിച്ചതും അമൽ തന്നോട് പെരുമാറിയതും ഇങ്ങനെയൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പുറം മാറി നിൽക്കുന്ന അമലിനെ നോക്കി അമലിനെ എങ്ങോട്ടേക്കും കൊണ്ടുപോയില്ല. അവിടെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. അമലിനെ അഖില ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അഖിലയ്ക്ക് ശരിക്കും ഓരോ കാര്യം ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അത്രയ്ക്ക് കലിപ്പോട് കൂടിയാണ് അമലിനെ നോക്കണത്. അപ്പോൾ അർജുൻ വന്നിട്ട് ചോദിച്ചു, അഖില ഇത്ര നാളും കൊല്ലാക്കൊല ചെയ്യായിരുന്നില്ലേ ഇവൻ അതിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ? അപ്പോഴേക്കും അഖില പറഞ്ഞു വേണം. എന്നാ വാ അഖില എന്നും പറഞ്ഞിട്ട് അർജുൻ അഖിലയുടെ കയ്യും പിടിച്ച് ചെന്ന് അമലിൻ്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തി. അപ്പോഴേക്കും അഖില ഇവൻ്റെ മുഖത്തിനിട്ടും ചങ്കിനിട്ടൊക്കെ അടിക്കുക. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാടാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് എന്നും ചോദിച്ചുകൊണ്ട് അഖില ആകെ സങ്കടപ്പെട്ട് ഇവനെ അടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അഖില എന്നിട്ട് നേരെ അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് പോലീസ് വന്നു കേട്ടോ. അർജുനാണ് പോലീസിനെ വിളിച്ച് വരുത്തിയത്. പോലീസ് വന്നിട്ട് ചോദിച്ചു, അല്ല ആരാണ് ഈ അമൽ? അർജുനാണ് ഞങ്ങൾ വിളിച്ചത്, ആരാണ് അർജുൻ എന്നൊക്കെ ചോദിച്ചു. പോലീസ് വന്ന് ഇവനെ ഏറ്റെടുക്കുകയാണ്, നമ്മുടെ അമലിനെ ഏറ്റെടുക്കുകയാണ്. അമലിനെ വന്ന് പോലീസ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മര്യാദ കാണിക്കണം, ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട എന്നൊക്കെ അമൽ പറഞ്ഞപ്പോൾ ഇത്ര വൃത്തികേട് കാണിച്ച നിന്നോട് മര്യാദയോ? അപ്പോഴേക്കും സാറേ കൊണ്ടുപോകുമ്പോൾ ഇവന്മാരെ കൂടെ കൊണ്ടുപോകണം, ഇത് അവൻ്റെ കൂട്ടുകാളികളാണെന്ന് പറഞ്ഞ് 2 കൂട്ടരെയും കൂടെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ അമലിനെയും അവൻ്റെ കൂട്ടുകാളികളെയും പോലീസ് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അമലിൻ്റെ കാര്യം അവിടെ ക്ലോസ് ആയിട്ടോ. അപ്പോഴേക്കും അർജുൻ്റെ അച്ഛൻ വന്നിട്ട് അർജുനെ അഭിനന്ദിക്കുകയാണ്. നീ ചെയ്തത് വലിയൊരു കാര്യമാണ്, കാരണം വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള നിൻ്റെ ഈ മനസ്സ് ഞങ്ങൾ കാണാതെ പോയി മോനെ, ക്ഷമിക്കണം. അപ്പം അച്ഛ അങ്ങനൊന്നും പറയരുത്. അപ്പോൾ നിന്നെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയാണ്, നിന്നെ എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ കരയോഗം പ്രസിഡന്റ് ചോദിച്ചു, എന്നാലും ദൈവത്തെ പോലെ വന്നാണ് അർജുൻ വന്നത്. അപ്പോൾ മുത്തശ്ശനും പറയുകയാണ്, ശരിയാണ്, ഇപ്പോൾ അഖിലയ്ക്കും കുടുംബത്തിനും ദൈവം തന്നെയാണ് അർജുൻ. അപ്പോഴേക്കും രാജേന്ദ്രനോട് ഈ അർജുൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ മോനെ മനസ്സിലായില്ലേ, ഒരുപാട് കുറ്റപ്പെടുത്തിയില്ലേ എൻ്റെ മോനെ? അപ്പോഴേക്കും രാജേന്ദ്രനും അർജുൻ്റെ മുന്നിലേക്ക് വന്ന് നിന്ന് നന്ദി പറയുക, തെറ്റുപറ്റിപ്പോയി, നീ പറഞ്ഞത് വകവയ്ക്കാതെ ഞാൻ കല്യാണം ഉറപ്പിച്ചു, തെറ്റു പറ്റിയത് എനിക്കാ മോനെ എന്നൊക്കെ പറഞ്ഞ് അവനോട് മാപ്പ് ചോദിക്കുകയും നന്ദി പറയുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും 2 കല്യാണമാണിപ്പം, 2ാമത്തെ കല്യാണമാണ് ഇപ്പോൾ മുടങ്ങുന്നത്. ആദ്യം മീനുവിൻ്റെ കല്യാണം മുടങ്ങി, അത് കഴിഞ്ഞപ്പോൾ അഖിലയുടെ കല്യാണം മുടങ്ങി. അപ്പോൾ 2ാമത്തെ കല്യാണം മുടങ്ങുവാണ്. എന്ത് പാവം രാജേന്ദ്ര നീ ചെയ്തതെന്ന് കരയോഗം പ്രസിഡന്റ് ഇങ്ങനെ ചോദിക്കുകയാണ്. രാജേന്ദ്രനും ഒക്കെ സങ്കടപ്പെട്ട് ദൈവത്തോട് ചോദിക്കുക, ഇത് എന്തൊരു വിധിയാണ്. അപ്പോഴേക്കും മീനു അച്ഛ സങ്കടപ്പെടല്ലേ, അപ്പോൾ അല്ല ഞാൻ എന്ത് തെറ്റാ മോളെ ചെയ്തത്, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, ഈ നാട്ടുകാർക്ക് മുന്നിൽ ഇങ്ങനെ അപമാനിതനാകാൻ ഞാൻ എന്ത് ചെയ്യും? കല്യാണം വേണ്ട എന്ന് എൻ്റെ മോള് കാല് പിടിച്ച് പറഞ്ഞതാ, എന്നിട്ടും ഞാൻ സമ്മതിച്ചില്ല. ഈ കല്യാണ മണ്ഡപത്തിൽ ഈ കല്യാണം മുടങ്ങി എൻ്റെ മോളെ കെട്ടാൻ ഇനി ആര് വരും? തീർന്നില്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം? ഇനി നമ്മൾ എന്ത് ചെയ്യും മാലു എന്നൊക്കെ ചോദിച്ച് രാജേന്ദ്രൻ ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും അർജുൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പേരുമായിട്ട് സംസാരിക്കണം, അത് കഴിയും വരെ ആരും ഇവിടെ നിന്ന് പോവരുത്. അപ്പോൾ എന്താ അർജുൻ? നിങ്ങൾ കരയോഗം പ്രസിഡന്റ് ചോദിക്കുകയാണ്, എനിക്ക് എൻ്റെ അച്ഛനോടും എൻ്റെ കുടുംബത്തിലുള്ളവരോടും ഒക്കെ ഒന്ന് സംസാരിക്കാനുണ്ട്. എന്നിട്ട് മീനുവിനോടും പറഞ്ഞു, മീനു നീയും വരാൻ. എന്തായാലും അർജുൻ്റെ അച്ഛൻ, അർജുൻ്റെ മുത്തച്ഛൻ, മീനു ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഇന്നിവിടെ വിവാഹം നടന്നില്ല എങ്കിൽ അവളുടെ വിവാഹം ഇനി നടക്കത്തില്ല. വീഡിയോയുടെ വിഷവും ഒന്നിവിടെ നടന്നതും കാട്ടുതീ പോലെ നാട് മുഴുവൻ പടർന്നിട്ടുണ്ടാവും. അഖിലേക്ക് ഒരു കല്യാണം നടക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് ഗൗതമൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഗൗതമാണ് നമ്മുടെ അഖിലയെ കല്യാണം കഴിക്കാൻ പോകുന്നത്, അതായത് നമ്മുടെ അർജുൻ്റെ അനിയൻ.
അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴേക്കും ചെയ്യാൻ പറ്റും നമുക്ക്. എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളോട് പറയാനാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അഖിലയുടെ നല്ലതിന് വേണ്ടി നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അതിനോടൊപ്പം ഉണ്ട്. നീ എന്താണ് പറ. അപ്പോഴേക്കും അഖിലയുടെ നല്ല സ്വഭാവമാണ്, പഠിച്ചവളാണ്, സുന്ദരിയാണ്. അവൾക്കാണിപ്പോൾ ഇങ്ങനെ ഒരു ഗതി വന്നിരിക്കുന്നത്. ഈ വിവാഹത്തിന് അവൾക്ക് സമ്മതമായിരുന്നില്ല. മാമനെടുത്ത തീരുമാനമാണ് അവളുടെ ജീവിതം ഇങ്ങനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവൾക്ക് ഇതിലൊരു പങ്കുമില്ല. അപ്പോഴത്തേക്കും നീ പറഞ്ഞു വരുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ പഠിച്ചവളാണ്, ശരിയാണ്. കാര്യം പറ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അർജുൻ പറഞ്ഞു, നിങ്ങളുടെ മകനായിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. രാജേന്ദ്രൻ മാമൻ്റെ മൂത്ത മരുമകനായിട്ടാണ്, അഖിലയുടെ ഏട്ടനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു തീരുമാനം പറയാനല്ല, ഞാൻ യാചിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ. അപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു, എന്തൊക്കെയാടാ നീ പറയണത്? എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ച് പറ. ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല അർത്ഥത്തിലെടുക്കണം. അപ്പോൾ നീ പറ. അഖിലയെ ഇവിടെ വെച്ച് തന്നെ ഗൗതം വിവാഹം കഴിക്കണം. ഗൗതം ഞെട്ടിയിട്ടോ ഇത് കേട്ടിട്ട്. ഗൗതം ഒരു ഞെട്ടനുണ്ട്. ഗൗതത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി അവർ തമ്മിലുള്ള ഫൈറ്റാണ്, ഗൗതമും അഖിലയും തമ്മിലുള്ള ഫൈറ്റ്. അഖിലയുടെ കഴുത്തിൽ ഗൗതം താലി കെട്ടണം. ഒന്നാമത് ഈ വീഡിയോ പുറത്തിറങ്ങിയ പെണ്ണെന്നൊക്കെ പറഞ്ഞ് ഗൗതം അംഗീകരിക്കാനേ പറ്റുന്നില്ല. ഈ കല്യാണം നടക്കണം മുത്തശ്ശ. ഞാൻ തൊഴുത് പറയുകയാണ്, യാചിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഇതിന് സമ്മതിക്കണം. ദയവ് ചെയ്ത് എല്ലാവരും ചേർന്നിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ഗൗതം, നിൻ്റെ ഏട്ടൻ പറയുന്നത് നീ അനുസരിക്കണം. അനുസരിക്കില്ലേടാ? ഞാനെങ്ങും അനുസരിക്കത്തില്ല, എന്നെ കൊണ്ടെങ്കും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടല്ലോ കേട്ടോ. എനിക്കിത് കേട്ടപ്പോൾ ചിരി വന്നതാണ്. നീ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. എടാ ഗൗതം ഏട്ടൻ പറയുന്നത് കേൾക്കടാ, നിനക്കിതുകൊണ്ട് നല്ലതേ വരുള്ളൂ. അഖിലയ്ക്കൊരു ജീവിതം കൊടുക്കടാ, നിനക്കേ അതിന് കഴിയത്തുള്ളൂ. എനിക്ക് പറ്റില്ല എന്നിവൻ തറപ്പിച്ച് പറഞ്ഞു കേട്ടോ. എനിക്ക് വയ്യ, ഇതിനൊരിക്കലും സാധിക്കില്ല, ഞാൻ ഇതിനകത്തില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ്. എന്തായാലും അർജുൻ യാചിക്കും പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.